പിന്നെ അത് കഴിഞ്ഞ കർത്താവ് സ്തോത്രം 3.5 വർഷക്കാലത്തെ ശുശ്രൂഷ കഴിഞ്ഞ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ അവരെ പിടി മുഴുവൻ വിട്ടുപോയി. യേശുവിൻ്റെ ഉയർപ്പായിരുന്നു എല്ലാവൻ്റെ അടിത്തറ തകർത്തത്. യേശു ഉയർത്തപ്പോഴേക്കും അയ്യോ, നമ്മുടെ അച്ചാച്ചൻ അല്ലെങ്കിൽ നമ്മുടെ അണ്ണൻ ആരായിരുന്നു? ദൈവപുത്രനായിരുന്നു. കാരണം ആരും ഉയർത്തില്ല. അബ്രഹാം ഇസഹാക്ക് യാക്കോബ് ആരും ഉയർത്തില്ല. 2 പേര് മരിക്കാതെ പോയെന്നേ ഉള്ളൂ. പക്ഷെ മരിച്ചിട്ട് ഉയർത്ത ആരുമില്ല. ഹാനോക്കും എലിയാവും മരിക്കാതെ പോയെന്നേ ഉള്ളൂ. പക്ഷെ മരിച്ച് എല്ലാവൻ്റെ കല്ലറ അടഞ്ഞു കിടന്നപ്പോൾ സ്തോത്രം യവൻ്റെ കല്ലറ യെരൂശലേമിൽ തുറന്നിരിക്കുകയാണ്. നമുക്ക് പറഞ്ഞാൽ ഇവരുടെ കിളി പോയി എന്നാരാട് പറയുന്ന പോലെ, പിടിവിട്ടുപോയി എന്ന് പറയുന്ന പോലെ. എന്താ സംഭവിച്ച? യാക്കോബ്, യോസെ, യൂദ തുടങ്ങിയതായ ഈ 4 സഹോദരന്മാരും 2 സഹോദരിമാരും അവരെ സ്തോത്രം അതിഭയങ്കരമായ വിശ്വാസത്തിലേക്ക് വന്നു. യേശുവിൻ്റെ ശുശ്രൂഷയാണ് മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. പക്ഷെ പച്ച മനുഷ്യനായ യേശുവിൻ്റെ ജീവിതം, അവനെങ്ങനെയാണ് ഉറങ്ങുന്നത്, അവനെങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്, അവനെങ്ങനെയാണ് സ്തോത്രം കാര്യാദികൾ ചെയ്യുന്നതെന്ന് ലിറ്ററലി വളരെ കൃത്യമായി ഏറ്റവും കുറഞ്ഞത് 30 വർഷം വളരെ നന്നായി കണ്ടവരായിരുന്നു ആര്? സ്തോത്രം ഈ സഹോദരന്മാർ. പിന്നെ അവർ ദൈവിക വിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ, പ്രത്യേകിച്ച് യാക്കോബും യൂദയും വിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ എല്ലാവരും വിശ്വാസികളായി. ഏത് കൊച്ചപ്പനാണോ, ഏത് ബന്ധുക്കളാണോ, ഏത് അങ്കിളാണോ, ഏത് ആൻറ്റിയാണോ, ഏത് സഹോദരങ്ങളാണോ നിങ്ങളെ തള്ളുന്നത്, അവൻ്റെ കെട്ടടിപ്പാൻ ഗംഭീരമായി ദൈവം നിങ്ങളെ തന്നെ ഉപയോഗിക്കും.